ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നല്ല തേങ്ങ അരച്ച കുറുമക്കറി തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. പൊറോട്ടയ്ക്കും പത്തിരിക്കും എല്ലാത്തിനും രസമുള്ളൊരു കറിയാണിത്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. പ്ലീസ് ആവശ്യമായിട്ടുള്ളത് ഒരു ഉള്ളി, അതുപോലെ പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആണ് കേട്ടോ ആവശ്യമുള്ളത്. എന്നിട്ട് അതൊക്കെ തൊലിച്ച് അതിൻ്റെ തൊലിയൊക്കെ മാറ്റുക കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടോ. പിന്നെ നമ്മൾ ഇനി അത് കട്ട് ചെയ്യണം കേട്ടോ. ചെറുതാക്കിയിട്ട് എല്ലാതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച പട്ടാണിക്കടല ഉണ്ട് കേട്ടോ. അപ്പോൾ പട്ടാണിയും ഈ ഇതൊക്കെ കൂടി ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടോ. പിന്നെ ഈ അരിഞ്ഞു വെച്ച ഇതിലുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കരിവേപ്പിൻ്റെ ഇലയാണ് ഇട്ടെടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പച്ചമുളകും ഉള്ളിയും ഇട്ടു. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുക്കുക ഇതൊക്കെ. അപ്പോൾ പോത്തിനായിട്ടുള്ള മസാലപ്പൊടികളും ഒക്കെ ഇടാണ്. കുരുമുളക് പൊടി കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇട്ടെടുത്തു കേട്ടോ. ഈ 3 പൊടികളും ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടോ. പിന്നെ അതിലേക്ക് കേക്ക് വെച്ച പട്ടാണിക്കടല ഇട്ടെടുത്ത് അത് എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ എന്താ വെച്ചാൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചെടുക്കുന്നത്. അതിൻ്റെ ഒപ്പത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തിട്ടോ. എന്നിട്ട് കുറേ നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കുറച്ച് നേരം കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ മൂടിയൊക്കെ വെച്ച് വിസിലടിക്കാൻ വേണ്ടി 3 വിസിലാണ് ഇതിനടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ 3 വിസിലടിച്ചാൽ വരെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരണ്ടി പിന്നെ അതിലേക്ക് ജീരകവും വലിയ ജീരകമാണ്, പിന്നെ ചെറിയൊരു കഷ്ണം പട്ടയും ഗ്രാമ്പുമാണ് ഇതിക്കിട്ട് 2 കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ചെടുത്തു. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ കറി അപ്പോഴത്തേന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ കറിക്ക് ഈ സാധനം നമ്മളൊന്ന് ഒഴിച്ചെടുത്തിട്ടോ. അപ്പോൾ ഇതൊന്ന് തിളക്കുന്നതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വെള്ളം ഒന്ന് ഉള്ളിയാൽ മതി കേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു പാത്രം എടുത്ത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കൽ. അപ്പോൾ ഗൈസ് നല്ല അടിപൊളി കറി ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.